ഒരു കാലഘട്ടത്തിൽ മാലിന്യ നിക്ഷേപം കൊണ്ട് ഏറ്റവും വൃത്തിഹീനമായി കിടന്നിരുന്ന ഒരു പ്രദേശമാണ് ചുള്ളിക്കലിൽ ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ പ്രദേശം. പക്ഷേ ഇപ്പോഴിത് അതിമനോഹരമായിട്ട് ഒരുക്കി വലിയൊരു ടർഫാക്കി മാറ്റിയിരിക്കുകയാണ്. കൊച്ചി നഗരസഭയുടെ ആദ്യത്തെ ഒരു പദ്ധതിയാണ് യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 10ാം ഡിവിഷനിൽ ടിപ് ടോപ്പ് അസീസ് ഗ്രൗണ്ടിൻ്റെ ഉദ്ഘാടനം ഇന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി NB രാജേഷ് നിർവഹിക്കുകയാണ്. ചുള്ളിക്കലിൽ പണി പൂർത്തിയാക്കിയ ഫുട്ബോൾ ടർഫിന്റെ ഉദ്ഘാടനം ഗോൾ അടിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അതിയായ സന്തോഷമുണ്ട് ഈ ഫുട്ബോൾ ടർഫ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ സന്തോഷത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു ടർഫ് ഉണ്ടായി എന്നുള്ളതല്ല, ഇവിടുത്തെ വേസ്റ്റ് മുഴുവൻ മാറി കാണാൻ വൃത്തിയുള്ള മനോഹരമായ സ്ഥലമായി മാറി എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മാലിന്യം കുമിഞ്ഞു കൂടി കിടക്കുന്ന എല്ലാ സ്ഥലങ്ങളെയും വൃത്തിയാക്കി ഇനി മാലിന്യം കൊണ്ടിടാൻ പറ്റാത്ത തരത്തിലാക്കി മാറ്റണം. വൃത്തിയാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പോ എല്ലാ കൊല്ലവും പലതവണ ഒരേ സ്ഥലത്ത് മാലിന്യം നീക്കം ചെയ്യുന്നത് കാണാം. അപ്പൊ നമ്മുടെ നാട്ടിൽ കുറെ പേരുടെ വിചാരം എന്താന്ന് വെച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് മാലിന്യം കൊണ്ടിടാം. കുറച്ച് ആൾക്കാർ അതിനായി നേർന്നതുപോലെ കുറച്ച് ആൾക്കാരുണ്ട്, അവരത് വൃത്തിയാക്കി തന്നോളും. അവര് വൃത്തിയാക്കി തരുന്നത് ഇവർക്ക് വീണ്ടും കൊണ്ടിടാൻ വേണ്ടിയിട്ടാണെന്നാണ് ചിലർ വിചാരിക്കുന്നത്. കാരണം മാലിന്യം ഇട്ടാൽ ഇങ്ങനെ നിറഞ്ഞു കവിയുമല്ലോ, ഒരു പ്രദേശം കുമിഞ്ഞു കൂടും. അപ്പൊ അത് മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ കൊണ്ടിടാം എന്നാണ് ധരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി ഇവിടെ എന്തായാലും കൊണ്ടിടാൻ ആർക്കും ധൈര്യം വരില്ല. കൊണ്ടിടാൻ പറ്റാത്ത തരത്തിൽ ഇത് ടർഫാക്കി, അപ്പുറത്ത് പാർക്കുണ്ട്, ഓപ്പൺ ജിംനേഷ്യമുണ്ട്. വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. നഗരസഭയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ആസൂത്രണ പദ്ധതിയിൽ കൊച്ചി നഗരസഭയുടെ നേതൃത്വത്തിൽ ചുള്ളിക്കൽ ടിപ് ടോപ്പ് അസീസ് ഫുട്ബോൾ ടർഫിന്റെ ഈ ഉദ്ഘാടന വേദിയിൽ ഞാൻ സംബന്ധിക്കുന്നത്. ഒരു ജനപ്രതിനിധിക്ക്, ഒരു നഗരസഭാ കൗൺസിലർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് പൂർത്തീകരിച്ച ഈ ടർഫിന് വേണ്ടി ശ്രീ ബാസ്റ്റിൻ ബാബു എടുത്ത എഫേർട്സ്. അദ്ദേഹത്തെ ഈ നാടിനു വേണ്ടി ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ, ആദരണീയനായ MP പറഞ്ഞതുപോലെ, ഒരു ദിശാമാറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയാണ്, അതിന്റെ തുടക്കമാണ് നമ്മൾ 10ാം ഡിവിഷനിലെ ചുള്ളിക്കൽ ഗ്രൗണ്ടിനെ ഏറ്റവും മനോഹരമായ രൂപത്തിലേക്ക് മാറ്റിയത് എന്നത് അഭിമാനപൂർവ്വം അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ ഗ്രൗണ്ടിന്റെ മാത്രം പ്രത്യേകത കൊണ്ടല്ല, ഈ ഗ്രൗണ്ട്, അതിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന പാർക്ക്, ഓപ്പൺ ജിമ്മ്, അതുപോലെ തന്നെ അംഗനവാടികൾ, നമ്മുടെ മുതിർന്ന പൗരന്മാർക്കുള്ള ഒരു വിശ്രമ കേന്ദ്രം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് വരികയും ഈ മതിലുകളിൽ മുഴുവനും ശുചിത്വം, മാലിന്യ സംസ്കരണത്തിന്റെ മുദ്രാവാക്യങ്ങൾ എഴുതി വെക്കുകയും ഒക്കെ ചെയ്തു. ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷ നിമിഷത്തിനാണ് ഞാൻ ഇന്നിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. കാരണം 9 വർഷങ്ങൾക്ക് മുന്നേയുള്ള ഒരു സ്വപ്നം, അല്ലെങ്കിൽ ഈ ഒരു ഗ്രൗണ്ട് കാണുമ്പോൾ തോന്നിയൊരു സ്വപ്നം, എന്നെങ്കിലും ഇതേപോലെ ഒന്ന് ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചൊരാഗ്രഹം, അത് ഞാൻ കൗൺസിലറായി വിദ്യാഭ്യാസ കായികകാര്യ കമ്മിറ്റിയുടെ വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാനും കൂടെ ആയപ്പോൾ ഞാൻ ഏറ്റവും സ്നേഹം ശ്രീജിത്ത് ചെയർമാനോട് ഈ ഒരു ആശയം പങ്കുവച്ചു. ഇന്നതുപോലെ നമുക്കൊരു ടർഫ് ചെയ്താൽ, ചെയർമാൻ ഒറ്റവാക്കി തന്നെ മറുപടി പറഞ്ഞു, നമുക്കത് ചെയ്യണം, നമുക്കത് പ്ലാൻ ചെയ്തോ, നമുക്ക് ചെയ്യാം. പിന്നെ അതിൻ്റെ പിറകെയായിരുന്നു അത് ബഹുമാനപ്പെട്ട മേയറിനോട് അവതരിപ്പിച്ചപ്പോൾ അത് പൂർണ്ണസമ്മതം മേയറും തന്നു. പിന്നെ അതിനുവേണ്ട തുക 2022-23 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യം ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ ഇതൊരു 5 ഗ്രൗണ്ടായിരുന്നു. നോർമലി ഇതുവരെ ഒരു എന്താ പറയുക, ജസ്റ്റ് ഒരു പുല്ല് പോലും ഇല്ലാതെ ഒരു മണ്ണിൽ കളിച്ചിരുന്നു ഞങ്ങളുടെ നല്ല പ്രായത്തിൽ ഞങ്ങളിവിടെ കളിച്ചാണ്. പക്ഷേ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു ഇന്നത്തെ ചോദിച്ച പോലെ തന്നെ ന്യൂ ജനറേഷന് ഇങ്ങനെ ഒരു ഇത് ചെയ്ത് കൊടുത്തത് ഒന്നും ഇത് അപ്രിഷിയേറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ വളർന്നു വന്ന പിള്ളേർക്ക് ഒരു പ്രചോദനമാണിത്. എന്ത് പറയുന്നത് ഈ ഇത്തരത്തിലൊരു സജ്ജീകരണം ഉണ്ടാകുമ്പോൾ?
വളരെ നല്ലൊരു സംരംഭമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി സന്തോഷേട്ടൻ പറഞ്ഞ പോലെ വളർന്നു വന്ന തലമുറക്ക് ഒരു പ്രചോദനമായിട്ട് മറ്റുള്ള രീതിയിലേക്ക് പോകാണ്ട് സ്പോർട്സിലേക്ക് തന്നെ വരാനായിട്ട് ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ചെയ്യണമെന്നാണ്. കൂടുതൽ ഗ്രൗണ്ടുകൾ എല്ലാം ശരിയാക്കി ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പുതിയ തലമുറയ്ക്ക് വലിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ടാണ് 10ാം ഡിവിഷനിൽ ഇത്തരത്തിൽ ഒരു ടർഫ് രൂപം നൽകിയിട്ടുള്ളത്. അത് ഏറ്റവും മനോഹരമായി ചെയ്ത് എല്ലാവർക്കും താല്പര്യമുള്ള രീതിയിലേക്ക് മാറ്റുമ്പോൾ ഇത് ഒരു കൊച്ചി നഗരസഭയുടെ വലിയ ഒരു പ്രൊജക്റ്റായി മാറുകയാണ്. കാരണം മാലിന്യങ്ങൾ നിറഞ്ഞ് നമ്മളുടെ സമൂഹം വൃത്തിഹീനമാകുന്ന സ്ഥലത്ത് അത് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണമായിട്ട് ഈ ഗ്രൗണ്ടിൽ ഒരു ടർഫ് ഉണ്ടായിരിക്കുകയാണ്. ടിപ്പ് ടോപ്പ് അസീസ് ഗ്രൗണ്ടിൽ ഉണ്ടാകുന്ന ഈ ടർഫ് എല്ലാവർക്കും മാതൃകയായി തീരട്ടെ. എല്ലാവരും കളിച്ചു വളരട്ടെ, പുതിയ താരങ്ങൾ ഉണ്ടാകട്ടെ. കൊച്ചിയിൽ നിന്നും ന്യൂസ് ടുഡേക്ക് വേണ്ടി റിഡ്ജൻ റബല്ലോ.